മുടിയിലെ അഴുക്കൊക്കെ കളഞ്ഞ് മുടി നന്നായിട്ട് സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പൂ എന്ന് തന്നെ പറയാം. അതാണ് നമ്മുടെ ചെമ്പരത്തിത്താളി. ചെമ്പരത്തിത്താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒരുപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറ്റാർ വാഴയും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കറ്റാർ വാഴ നമ്മുടെ തലയിലെ താരനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. നമ്മൾ കറ്റാർ വാഴയുടെ 2 തണ്ടാണ് എടുത്തിട്ടുള്ളത്. ഈ കറ്റാർ വാഴയുടെ തണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരു മഞ്ഞ കറ വരും. ഈ കറ ഒഴിവാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിൻ്റെ ജെല്ലെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ കറ്റാർ വാഴയുടെ ജെല്ല് ഒരു സ്പൂൺ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഈ ചെമ്പരത്തിയുടെ ഇലയും പൂവും നമ്മൾ നന്നായിട്ട് കഴുകണം. അതിലെ പൊടി അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് വാട്ടിയെടുക്കണം. ഈ ഇലയിനും പൂവിനും ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കതിനെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ ചെമ്പരത്തി ചൂടാറിയതിന് ശേഷം നമ്മളതിനെ അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ലും ആഡ് ചെയ്യാം. അങ്ങനെ ഈ അരച്ചെടുത്തിട്ടുള്ള ചെമ്പരത്തിയുടെയും കറ്റാർ വാഴയുടെയും മിക്സിനെ നമ്മളൊരു തോർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ അരിപ്പ് വെച്ചിട്ടോ അരിച്ചെടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കുളി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഈ ചെമ്പരത്തിയുടെ ഇലയും അതിൻ്റെ കരടും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ കളറ് കാണുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവിൻ്റെ ഇതാണ് കേട്ടോ. ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ് ചെമ്പരത്തി പൂവ്. മുടി നന്നായിട്ട് സ്ട്രോങ് ആയി വളരാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് ഇപ്പോൾ നമ്മളുടെ താളിയുടെ സ്ട്രക്ചർ. അത് നമ്മൾ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു ലേശം വെളിച്ചെണ്ണയും കൂടിയും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെസ്റ്റാണ്. അങ്ങനെ മുടി നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം ഉള്ള റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ താളി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ബെസ്റ്റാണ് മുടിക്ക്.